ഹലോ, എല്ലാവർക്കും സ്വീഡിഷ് സോൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ വീഡിയോസ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഗോകുൽ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു, കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരുപോലെ മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. സ്റ്റോക്ക്ഹോമിലേക്കാണ് ഞങ്ങൾ പോണത്. ഇപ്പോൾ ഞങ്ങളുള്ളത് ഉപ്സല സെൻട്രൽ സ്റ്റേഷനിലാണ്. ഒരു മനോഹരമായ ഒരു ട്രെയിൻ യാത്ര നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളപ്പം പോന്നോ. അങ്ങനെ നമ്മളിവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ചെയ്യാണ്. നമ്മളെ ട്രെയിൻ വരാൻ കുറച്ച് സമയം കൂടി ഉണ്ട്. അപ്പോൾ ആദ്യകുട്ടൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വിശക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആദ്യകുട്ടൻ ഇവിടെ ഇരുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. നമുക്ക് ട്രെയിനിൽ കയറാം. പ്രസ് ചെയ്യാൻ കേട്ടോ. എവിടെ പോകണം? അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി സീറ്റിൽ സെറ്റ് ആയിട്ടുണ്ട്. ആദ്യക്കുട്ടൻ വിശപ്പ് മാറാത്തതുകൊണ്ട് കുറച്ചുകൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ SL ട്രെയിനിലാണ് പോകുന്നത്. ഇവിടെ ട്രെയിൻസ് വരും. മലർട്ടാഗ് ഉണ്ട്, SL ഉണ്ട്, SG ഉണ്ട്, അങ്ങനെ കുറേ ട്രെയിനുകളുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് SL ട്രെയിനിലാണ്. ഇവിടുന്ന് ഡയറക്റ്റ് സ്റ്റോക്ക്ഹോം ആണ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ മൂവ് ആയിട്ടുണ്ട്. ആദ്യകുട്ടൻ ബോറടിക്കാന്ന് പറഞ്ഞിട്ട് ടാബിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ പാടം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഉണ്ടല്ലേ കാണാൻ. അതേ നമ്മളിവിടെ സ്റ്റോക്ക്ഹോം സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് പുറത്തേക്ക് കടക്കണം. പിന്നെ ഇവിടെ നിന്ന് ഒരു 30 minutes വാക്ക് ഉണ്ട് നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക്. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മള് എന്ത് വലിയ എസ്കലേറ്ററാന്ന് നോക്കി. നമുക്ക് ആദ്യം വാഷ്റൂമിൽ പോയിട്ട് ഇതിന്റെ പുറത്തേക്ക് കിടക്കാം, അല്ലെങ്കിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പൊ നമുക്ക് ആദ്യകുട്ടനും ഒരു പേടിയില്ല. എനിക്ക് ഈ സാധനത്തിൽ ഇപ്പൊ കയറുമ്പോഴും പേടിയാണ്. ഇത് കണ്ടോ, നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫുൾ എസ്കലേറ്റർ ആണ്. നമുക്ക് ഇതിലെ തന്നെയാ പോവേണ്ടത്. ആദ്യകുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ഇതില് കയറാൻ വേണ്ടിട്ട് കേട്ടോ. പക്ഷെ എനിക്ക് എൻ്റെ ഉള്ളൊന്നും ആദ്യം ഇതില് കേറുമ്പോഴും ഇറങ്ങുമ്പോഴും അവനൊരു പേടിയില്ല. കൊറേ നേരം വെയിറ്റ് ചെയ്യണം. ഇവിടുന്ന് ഇപ്പോ ഞങ്ങള് മാപ്പിൽ നോക്കിയപ്പോ മെട്രോ ഉണ്ട്. അപ്പൊ നമ്മള് മെട്രോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മെട്രോ സ്റ്റേഷൻ്റെ അവിടെ -4 കേട്ടോ മെട്രോ സ്റ്റേഷൻ. ഇതുണ്ടോ, ഗുഹ പോലെയുണ്ട്. ഇതിനുള്ളിൽ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അടിപൊളി. നമ്മുടെ മെട്രോ കയറാം. ഈ സ്ഥലത്തേക്കാണ് കേട്ടോ നമുക്ക് പോകുന്നത്, കോൺസ്ട്രാ ഗാർഡൻ. കറക്റ്റ് സമയത്തിന് നമ്മൾ എത്തിച്ചേർന്നു. അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്തിന് കിട്ടിയാലും ഒരു 5-10 മിനിറ്റ് വെറുതെ പോസ്റ്റ് ആയി. ഒരു സ്റ്റോപ്പ് ഉള്ളൂ, അടുത്ത സ്റ്റോപ്പിലാണ്. ആണോ? ഓക്കെ.
അങ്ങനെ നമ്മളുടെ സ്റ്റോപ്പ് എത്തി. അത് കൂട്ട ഇത് ഓടിക്കുന്ന ആൾക്കാർ കണ്ട ഇവിടെ ഇരിക്കാം കേട്ടാ. അവൻ പറയാ ട്രെയിനിലൊന്നും ആരും ഓടിക്കണില്ല അമ്മ, അത് ഓട്ടോമാറ്റിക് ട്രെയിനാ, തന്നെ പോണതാണ്. അപ്പൊ ഞാനത് കാണിച്ചു കൊടുത്താണ്. ട്രെയിനിൽ മാത്രം ഡ്രൈവർ എവിടെ ഇരിക്കണെന്ന് കുട്ടി കാണില്ലല്ലോ. ഇത് കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലത്തെ ഇന്റീരിയർ. ശരിക്കും ഇത് ശരിക്കും സ്റ്റോൺ തന്നെയല്ലേ? വീണ്ടും എസ്കലേറ്റർ. ഇത് വലിയ എസ്കലേറ്റർ ആണ് കേട്ടോ. എന്റെ ഒമ്മ ഏറ്റവും കാണാൻ പോലും ഇല്ല. അങ്ങനെ നമ്മൾ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. സ്റ്റോക്ക്ഹോമിന്റെ ബ്യൂട്ടി. ചെറി ബ്ലോസം കാണാൻ പോവാ. അവിടെ നിന്ന് കുറച്ച് നടക്കണം. അങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തി. എൻ്റെ മുന്നിൽ കാണുന്ന സീനറി കാണാൻ വേണ്ടിയിട്ടാണ് ഇക്കണ്ട ജനങ്ങൾ മുഴുവൻ ഇവിടേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് നമ്മുടെ ചെറി ബ്ലോസം. അതെന്താണ് സ്റ്റോക്ക്ഹോമിലേക്ക് എല്ലാവരും വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയാണ് ഇത്രയും വലിയ മരങ്ങൾ ഇങ്ങനെ ഒരേ റോയിൽ ഇങ്ങനെ ഇത്രയും പന്തലിച്ച് നിൽക്കുന്ന രീതിയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ വരുന്നത്. ഈ ഫ്ലവർ കാണാനും നല്ല ഭംഗിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയതിൻ്റെ ഷോർട്സ് ഇട്ടതിന് ഒരുപാട് പേര് നല്ല കമൻസ് പറഞ്ഞു. ആ ഒരു സ്ഥലമാണിത്. ഹായ്, കണ്ടോ? ഇതിന്റെ അടിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോ നല്ല ഒരു വൈബ്രന്റ് ഫീല്. ആദ്യം പ്രാവിനെ പിടിക്കാൻ പോണ രംഗാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. പ്രാവിനെ ഓടിച്ചിട്ടായിരുന്നു പിടിക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. വിശന്നിട്ട് വയ്യ. അപ്പോൾ ഇവിടെ അടുത്തൊരു മെക്ഡൊണാൾഡ്സ് ഉണ്ട്. നമുക്ക് അവിടെ പോയി എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് തട്ടാം. അതുകൂടെ വരുന്നവരെയും പോണവരെയൊക്കെ നോക്കി നിൽക്കണം. നമ്മുടെ മെക്ഡൊണാൾഡ്സ് എത്തിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ അതിൻ്റെ ഡോറ് വരുന്നത്. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഫ്രണ്ട്സായിട്ടാണ് വന്നത്. അന്ന് ശരിക്കും ലേറ്റ് ആയിട്ടുണ്ടായി. ഞങ്ങൾ 11 മണിയൊക്കെ ഇവിടെ എത്തിയപ്പോൾ തന്നെ. ഇന്നിപ്പോൾ ഞങ്ങൾ എത്ര മണിക്ക് എത്തിയോ? 10 മണിക്കോ?
10 മണിക്ക് മുമ്പായിട്ട് എത്തിയിട്ടുണ്ട് ഞങ്ങള്. ബസ് ഡബിൾ ഡക്കർ ബസ്സാണ് കേട്ടോ പോയത്, സ്കാൻഡിനേവിയൻ ബസ്. അന്ന് ഞങ്ങളിവിടെ വന്നപ്പോൾ പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. ഇന്നിപ്പോൾ ഞങ്ങൾ വർക്കിംഗ് ഡേയും കൂടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ തിരക്കില്ലാത്ത. ഞങ്ങൾ വർക്കിംഗ് ഡേ നോക്കി തന്നെ വന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നും പറ്റില്ല, അത്രയും തിരക്കായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ വർക്കിംഗ് ഡേയിൽ വന്നത്. ഗോകുല് ഫുഡ് ഓർഡർ ചെയ്യണം, അത് കൂട്ടി ഇരിപ്പല്ല അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്, നമുക്കിത് കഴിക്കാം. ഇവിടുത്തെ ഫുഡിൻ്റെയൊക്കെ കഴിഞ്ഞു. കുറച്ച് ഫുഡ് നമ്മൾ പാർസൽ വാങ്ങിച്ചിട്ടുണ്ട്, കാരണം ഇനി അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ സ്വീഡിഷ് റെസ്റ്റോറൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല. ഞങ്ങൾ കുറച്ച് ഫുഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഫെറി യാത്രയ്ക്കാണ് പോണത്. അധികം ദൂരമൊന്നുമില്ല, ഒരു 45 മിനിറ്റ്സ് മാക്സിമം. പിന്നെ ഈ പോണ വഴിയിൽ തന്നെ വൈറ്റ് കളർ ചെറി ബ്ലോസത്തിൻ്റെ സ്ഥലം കൂടി ഉണ്ട്, നമുക്ക് അതും കൂടി കണ്ടിട്ട് പോവാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വൈറ്റ് കളർ ഫ്ലവേഴ്സിന്റെ ഇതാറ്റം വരെ. ഇത് കുറച്ചേ ഉള്ളൂ, പക്ഷെ ഇതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ടോ, ഇതിന്റെ അടിയിൽ നല്ല രസമാണ്. സംഭവം അറിയില്ല കേട്ടോ, എന്തോ പാർച്ചാണ്. കണ്ടോ, ഒരുപാട് ബോട്ടുകളൊക്കെ വന്നിരിക്കുന്നത്. ഇത് ശരിക്കും നമ്മുടെ സാധാരണ പോലെ തന്നെ ഈ ബസ്സും ട്രെയിനും ട്രാമും ഒക്കെ പോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ടേഷന് പോണ ബോട്ടുകളാണ് കേട്ടോ ഇത്. പക്ഷെ നമുക്കിതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമുള്ള കുറേ വ്യൂസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ തവണ നല്ല വെയിലായിരുന്നു, നല്ല ചൂടുമായിരുന്നു കേട്ടോ. പക്ഷെ ഇത്തവണ ചെറിയ വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് നല്ല സുഖമുള്ളൊരു ക്ലൈമറ്റാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമായ കാരണം നല്ല എനർജറ്റിക് ആയിട്ട് നടക്കുന്നുണ്ടാവും. ടൈറ്റാനിക് പോസ് ചെയ്യുന്നവര് ഈ ബിൽഡിംഗ് ഒക്കെ ഭയങ്കര ഒരുപാട് വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് കേട്ടോ ഇതൊക്കെ. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർ ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നന്നായി നോക്കണം. ഉപ്സലയിലുണ്ട് ഇതേപോലത്തെ ബിൽഡിങ്സുകളൊക്കെ, പക്ഷെ അവർ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും മാപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടത്തേക്കുള്ള പാസ് എടുക്കാം. ഞങ്ങൾ ഓൾറെഡി ഉപ്സലയും സ്റ്റോക്ക്ഹോമും സിറ്റിയിലേക്കുള്ള 24 hours പാസ് ഞങ്ങൾ എടുത്തിട്ടുണ്ടാവുന്നുണ്ട്. പിന്നെ ഇവിടേക്ക് നമുക്ക് എക്സ്ട്രാ പാസ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ട്രെയിനിലായാലും ബസ്സിലേക്കായാലും ഷിപ്പിലേക്കായാലും ഒറ്റ പാസ് എടുത്താൽ മതി കേട്ടോ. ഓരോന്നിനും സെപ്പറേറ്റ് പാസ് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ
ഷിപ്പ് വരാൻ ഒരു 5 മിനിറ്റും കൂടി ഉണ്ട്. Jag har USA-flagga. Nej. Jo. Nej. Ja! Au. Aua. Aua. Au. നമ്മുടെ ബോട്ട് വന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ ബോട്ടിൽ നമുക്ക് മേലേലും കയറി നിൽക്കാൻ പറ്റുമായിരുന്നു. ഈ ബോട്ടിൽ അത് പറ്റില്ല. മേലയിലൊക്കെ കയറി നിൽക്കാൻ പറ്റുന്ന ബോട്ടിന് 3:30 ഉള്ളൂ. അപ്പൊ സമയം 12:30 ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ബോട്ടിൽ തന്നെ കേറാം. കണ്ടോ, ഇതാണ് നമ്മൾ ബോട്ടില് പോകുമ്പോഴത്തെ വ്യൂ. ബോട്ടുകളൊക്കെ സൈഡിൽ കെട്ടിയിട്ടിട്ടുണ്ട് കണ്ടോ. അപ്പൊ നമ്മള് ബോട്ടിലെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഒരു ഇവിടുത്തെ ഒരു ട്രാൻസ്പോർട്ടേഷനും കൂടിയാണ്, പബ്ലിക് ട്രാൻസ്പോർട്ടും കൂടിയാണ്. അപ്പോൾ നമുക്കിതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ്, നമുക്ക് അന്ന് ഇറങ്ങിയിട്ട് വരാം. അപ്പോൾ ഇതാണ് സ്റ്റോക്ക്ഹോം സിറ്റി. സ്റ്റോക്ക്ഹോം സിറ്റിയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇവിടെ ഞങ്ങൾ കുറച്ചുകൂടെ പോകുമ്പോൾ ഒരു അമ്യൂസ്മെന്റ് പാർക്കൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെയുള്ള വ്യൂ ഒക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇന്ത്യന്ന് എഴുതിയൊരു ബോട്ട് കണ്ടിട്ടോ ഇവിടെ പെട്ടെന്ന്. അതെ, വിക്കിംഗ് ലൈൻ്റെ ഒരു ക്രൂയിസ് ആണ് ഇവിടെ കിടക്കുന്നത്. അത് നമുക്ക് ഇവിടെ നിന്ന് ഫിൻലാൻഡ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്ന് ക്രൂയിസ് ട്രാൻസ്പോർട്ട് ഉണ്ട്. അതിലൊന്നാണ് കിടക്കുന്നത് കേട്ടോ. ഇത് അമ്യൂസ്മെന്റ് പാർക്കാണ്. ഇപ്പോഴും വർക്കിംഗ് ആണോ എന്ന് എനിക്ക് ഡൗട്ടാണ്. പക്ഷെ കഴിഞ്ഞ തവണ വന്നപ്പോഴൊക്കെ ഇത് വർക്കിംഗ് ആയിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ സീസൺ ഓപ്പൺ ആയിട്ടുണ്ടാവില്ലായിരിക്കും. അങ്ങനത് നമ്മുടെ ബോട്ട് യാത്ര കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. അച്ഛനും മോനും കൂടി ഇവിടെ കുസ്തി. ഇവിടെ നിന്ന് നമുക്ക് ട്രാം കയറിയിട്ട് വേണം തിരിച്ച് നമ്മൾ കയറിയ സ്ഥലത്തേക്ക് പോയിട്ട് വേണം പിന്നെ നമുക്ക് അവിടുന്ന് ട്രെയിൻ കയറി ഉച്ചയിലേക്ക് പോകാൻ കേട്ടോ. സോറി, ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റിപ്പോയി. നമുക്ക് ഇവിടുന്ന് മെട്രോ കയറിയിട്ട് വേണം ഇനി സ്റ്റോക്ക്ഹോം സിറ്റി പോവാൻ. എന്നിട്ട് വേണം അവിടെ നിന്ന് നമുക്ക് ഉപ്സലയിൽ ട്രെയിൻ കയറി പോവാൻ. ആദ്യകൂട്ടം എന്തേ ഇവിടെ സീഗിളിൻ്റെ ഫെദർ എടുക്കണ്ടായിരുന്നു. അപ്പം അവനത് വേണം. ഒരെണ്ണം എടുത്താൽ മതി, ഒരെണ്ണം. ഏറ്റവും ബെസ്റ്റ് നോക്കി ഒരെണ്ണം എടുത്താൽ മതി. എന്നാ ആ 2 എടുത്തോ, റൈറ്റ് ഹാൻഡില് 2 എടുത്തോ. ആ മറ്റേ 2 കള. അത് കള. ബൈ ബൈ. ഗോകുൽ അപ്പുറത്തേക്ക് എത്തി. ഞങ്ങളുടെ ഫെദറൊക്കെ നോക്കി നിൽക്കുക. ഇതാണ് കേട്ടോ സ്വീഡനിലെ ദേശീയ പക്ഷി എന്ന് പറയുന്ന ഒരു പക്ഷിയാണ് അത്, സീഗിള്. നല്ല ഭംഗിയാണ് കേട്ടോ എന്നെ കാണാൻ. ഓടടാ ഓട്ടോണ്. നമ്മുടെ മെട്രോ ഇപ്പൊ പോവും.
നോക്കി കയറട്ടാ. നമ്മൾ മെട്രോയില് കയറിട്ടോ. ആരുമില്ല മെട്രോയില്. ഇനി നമുക്ക് ഇവിടുന്ന് സ്റ്റോക്ക്ഹോം സിറ്റിയിലേക്ക്. നമ്മുടെ സ്റ്റോപ്പ് എത്തി. അതിവാ ഇനി ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ഇവിടെ സ്റ്റോക്ക്ഹോമിൽ തന്നെ മ്യൂസിയവും അമ്യൂസ്മെന്റ് പാർക്ക് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടേക്കൊക്കെ ആദ്യം ഇപ്പം തന്നെ കുറച്ച് ടയേർഡായി വീട്ടിൽ പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ ഒന്നും കയറിയില്ല. കയറായിരുന്നെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ വണ്ടർലൊക്കെ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടേക്ക് കയറിയാൽ ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇവിടെ ഭയങ്കര റഷാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ രാവിലെ വന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലാണ്ടിരുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ, എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള പോലെ തന്നെ അവിടെ നല്ല ഭംഗിയായിട്ട് അവർ ഡെക്കോറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെയ്യല്ലേ. നേരത്തെ ഞങ്ങൾക്കൊരു മണ്ടത്തരം പറ്റിയായിരുന്നു. നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന പ്ലാറ്റ്ഫോം തെറ്റായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ അത് തേടി പിടിച്ച് കണ്ടുപിടിച്ച് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ പോകാനുള്ള ട്രെയിൻ. സോൾനാവ് സെല 4 മിനിറ്റ്സിൽ വരും കേട്ടോ. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 2. വെയിറ്റിംഗ് ആണ്. ഇത് റെയിൽവേ ട്രാക്ക് അവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ടോ. ട്രെയിൻ വന്ന് നിർത്തിയതിന് ശേഷം മാത്രമേ ഇതവർ ഓപ്പൺ ആക്കുള്ളൂ നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കുണ്ട്. ഫ്രണ്ടിൽ സ്ഥലമുണ്ട്. ആദ്യം തന്നെ ഹൈറ്റുള്ള സീറ്റിലിരിക്കണമെന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് നടക്കണം. ഹൈറ്റുള്ള സീറ്റിലൊക്കെ ഓരോരുത്തരായിട്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ സീറ്റ് കണ്ടുപിടിച്ചിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് ഉപ്സല സെൻട്രൽ സ്റ്റേഷനിൽ തന്നെ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ടയേർഡായി. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പക്ഷേ നല്ല ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. ബൈ.